ഹായ് നമസ്കാരം, എല്ലാവർക്കും സുരേഷ് ക്ഷേത്രമാണ്. ഗ്രീൻ ഡിവിഷൻ ചാനലിൻ്റെ ഒരു യാത്രയിലാണ്. അപ്പോൾ നമ്മൾ അടിപൊളി ഒരു സ്ഥലത്താണ് കേട്ടോ. നല്ല മഴയായിരുന്നു, 2 ദിവസം കനത്ത മഴയിൽ എങ്ങും യാത്ര പോകാൻ പറ്റിയില്ല. വനത്തിലേക്കുള്ള യാത്രകളൊക്കെ മഴയില്ലാത്ത സമയത്ത് പോകാം, മഴയുള്ള സമയത്ത് പോകാം. പക്ഷേ ഒരുപാട് മഴയാണെങ്കിൽ വലിയ റിസ്ക്കാണ്. ഇപ്പോൾ നിൽക്കുന്ന കുളത്തൂപ്പുഴയിലാണ്, കട്ടളപ്പാറയിലാണ്. എൻ്റെ പിന്നിൽ കാണുന്ന ഈ പ്രദേശങ്ങളൊക്കെ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട്. ഞാൻ കുളിക്കാനൊക്കെ ഇറങ്ങിയിട്ട് അക്കരക്കരയിൽ നടന്നു പോകുന്ന സീനെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് കുളിക്കാൻ ഇറങ്ങിയാൽ പണി കിട്ടും. അപ്പോൾ നമ്മുടെ മനോഹരമായ കുളത്തൂപ്പുഴ വനത്തിൻ്റെ നല്ലൊരു പ്രദേശമാണ് കട്ടിളപ്പാറ വനപ്രദേശം. കട്ടിളപ്പാറയിൽ വന്നിട്ടുള്ളവർക്ക് അറിയാം, നല്ല മഴക്കാലത്തൊക്കെ ഇവിടെ ഇറങ്ങിയാൽ പണി എപ്പം കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. പക്ഷേ വേനൽക്കാലമൊക്കെ ആവുന്നതോടെ ഇവിടുത്തെ വെള്ളമൊക്കെ ഇങ്ങനെ താഴ്ന്ന് നല്ല തെളിനീര് പോലെ ആയിട്ട് ഈ പാറകളൊക്കെ ഇങ്ങനെ ഉയർന്ന് നിൽക്കുമ്പോൾ നമുക്കിടയിൽ കൂടി നടന്ന് അക്കരയ്ക്കും ഇക്കരയ്ക്കും ഒക്കെ പോകാം. അപ്പോൾ നല്ല വനമേഖലയിലെ ഒരു സ്ഥലത്തിരുന്ന് കുളിയൊക്കെ പാസ്സാക്കാം. വന്യമൃഗങ്ങൾ ഒരുപാടുള്ള സ്ഥലമാണ് അപ്പുറത്തെ സ്ഥലം. അപ്പോൾ ഗ്രീൻ ഡിവിഷൻ ചാനൽ യാത്രകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല, യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നല്ല അടിപൊളി കട്ടിളപ്പാറയിലെ കാഴ്ചകൾ കാണാം. എല്ലാവരും കൂടെ വന്നോളി. അപ്പോൾ ആനയും കാട്ടുപോത്തും വന്യമൃഗങ്ങളും ഒക്കെ മേയുന്ന കട്ടിളപ്പാറ വനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിനു മുന്നാടിയായി നമ്മൾ കാണുന്നത് കുളത്തൂപ്പുഴയിൽ നിന്നും തെന്മലയിലേക്ക് പോകുന്ന വഴിയിലുള്ള കട്ടിളപ്പാറ ജംഗ്ഷനിലുള്ള നമ്മുടെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ആണ്. ഇവിടെ നിന്നാണ് നെടുവണ്ണൂർ കടവ്. ഇവിടെ നിന്നാണ് നമ്മൾ കട്ടിളപ്പാറയിലേക്ക് പോകുന്നത്. കുറച്ച് ദൂരമുണ്ട്, ഒരു 5-6 കിലോമീറ്റർ നല്ല രീതിയിൽ വാഹനം ഓടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വനത്തിൽ കൂടി അവിടെ എത്താൻ പറ്റൂ. ഇവിടെ വനമാണ്. കുളത്തൂപ്പുഴ പഞ്ചായത്ത് ഭൂപ്രകൃതിയിൽ ഒട്ടേറെ സവിശേഷതകൾ നിറഞ്ഞതാണ്. കാനനചാരുത പകരുന്ന നിത്യഹരിത വനങ്ങളും കുന്നുകളും താഴ്വരകളും തടാകങ്ങളും കൊണ്ട് മനോഹരമായ ഭൂപ്രദേശമാണ് കുളത്തൂപ്പുഴ. കല്ലട, കഴുതിരുട്ടി, ശെന്തുരുണി തുടങ്ങിയ ആറുകളും കുന്നിമാൻ തോടുകളും ദ്വീപുകളും ഉപദ്വീപുകളും കൊണ്ട് മനോഹരമായ മീൻമുട്ടി സഹ്യാദ്രിയുടെ മടിത്തട്ടിൽ കഴിയുന്ന ശങ്കിലി വനങ്ങൾ, അതുപോലെ കട്ടിളപ്പാറ, പള്ളംവെട്ടി, മാമൂട്, പള്ളിവാസൽ, ഹനുമാൻകുന്ന്, കൂടാതെ റോസാപ്പൂവിന്റെ ഇതളുകൾ പോലെ മനോഹരമായ റോസ് മലയിലെ മലമടക്കുകളും ശെന്തുരുണി വന്യമൃഗ സംരക്ഷണ കേന്ദ്രവും ചേർന്ന ഒട്ടനേകം സവിശേഷതകൾ ഉള്ള പ്രദേശമാണ് കുളത്തൂപ്പുഴ. അവിടുത്തെ കട്ടിളപ്പാറയിലേക്കാണ് നമ്മൾ യാത്ര. ബ്രിട്ടീഷ് ഭരണകാലത്തെ 100 വർഷത്തിലേറെ പഴക്കമുള്ള കട്ടിളപ്പാറ പാലം കഴിഞ്ഞാണ് നമ്മൾ വനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. പക്ഷേ വളരെ സൂക്ഷിച്ചും എല്ലാ സൈഡും ഒക്കെ നോക്കി വേണം നമ്മൾ 2 വീലറിൽ യാത്ര ചെയ്യുവാൻ. 2 വീലർ കുറച്ച് റിസ്ക് ഉള്ള യാത്രയാണ്. എങ്കിലും ഇവിടെ ഒരു 40ഓളം കുടുംബങ്ങളെ ഒഴിപ്പിച്ച സ്ഥലമാണ് കട്ടിളപ്പാറയിൽ നിന്നും, ഒരു 6 കിലോമീറ്റർ ഉൾവനത്തിൽ നിന്നും. കാരണം ഒരു ടൈഗർ റിസർവ് അല്ലെങ്കിൽ കടുവാ സങ്കേതമാക്കുന്നതിന്റെ ഭാഗമായി കുളത്തൂപ്പുഴ വനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെയും ഒഴിപ്പിച്ചിട്ടുള്ളത്. 15 ലക്ഷം രൂപ കൊടുത്ത് ആൾക്കാരെ മാറ്റിയ സ്ഥലമാണ്. അതായത് നമ്മൾ പോകുന്നത് അവിടെ ഒരു പള്ളിയുണ്ട് കേട്ടോ, പഴയ കാലത്തെ പള്ളിയാണ്. അപ്പൊ ആരാധനയൊന്നുമില്ല. കാരണം അവിടെ ആളുകളെല്ലാം ഒഴിഞ്ഞു പോയതിനു ശേഷം ആ പള്ളി ഇങ്ങനെ അനാഥമായി വനത്തിന് നടുക്കിടക്കണം. ആനയും മറ്റുള്ള മൃഗങ്ങളും ഒക്കെ ചുറ്റുവട്ടം വന്ന് കിടക്കുകയും പോവുകയും ഒക്കെ ചെയ്യുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ആ പള്ളി കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക എഫക്റ്റ് ആണ് കേട്ടോ. ഇല്ല സിനിമയിലൊക്കെ കാണുന്ന രീതിയാണ്. ചില സിനിമകളിലൊക്കെ നമ്മൾ കാണില്ല, ഹൊറർ മൂവി പോലെയൊക്കെയുള്ള അങ്ങനെ ഒരു അന്തരീക്ഷമാണ്. പക്ഷെ അത് ഇങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്നതുകൊണ്ടാണ്. ആരാധന ഉണ്ടായിരുന്ന ഒരു കത്തോലിക്ക പള്ളിയാണ്. അതായത് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. കട്ടിളപ്പാറ വനത്തിൽ കൂടിയുള്ള യാത്രയും വളരെ സുഖകരമാണ്. കാരണം നല്ല ചാറ്റൽ മഴയും മഞ്ഞും ഒക്കെ ഉള്ള ഒരു യാത്രയാണ്. ഭയങ്കര കാറ്റാണ്. എങ്കിലും നമ്മൾ കുറച്ച് റിസ്ക് ഒക്കെ എടുത്ത് കട്ടിളപ്പാറയിലെ മുനിയറകൾ ഉണ്ടാക്കുവാൻ കുത്തിയ ആ കട്ടിളപ്പാറയൊക്കെ ഒന്ന് കാണിക്കാം. മനോഹരമായ ഒരു യാത്രയാണ്. ആളുകളെല്ലാം ഉപേക്ഷിച്ചു പോയ കട്ടിളപ്പാറയിലെ കുടുംബങ്ങൾ ഉപേക്ഷിച്ച് പോയൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു കത്തോലിക്ക പള്ളിയുണ്ട്. ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. പള്ളിയിൽ ആരാധനയൊന്നുമില്ല. കാരണം ഇവിടെ ആളുകളെല്ലാം ഒഴിപ്പിച്ചു. ഈ മഴയൊക്കെ പെയ്ത് തോർന്നുണ്ടല്ലോ, എല്ലാ സ്ഥലത്തും നല്ല ചതുപ്പും അരുവികളും ഒക്കെ ഉണ്ട്. അപ്പൊ ആനകളും ഈ കാട്ടുപോത്തും ഒക്കെ എന്താ അപ്പുറവും ഇപ്പുറവും ഒക്കെ ഇങ്ങനെ വെള്ളം കുടിക്കാനായിട്ട് പാസ് ചെയ്യുന്നൊരു സ്ഥലങ്ങൾ കൂടിയാണ്. നിങ്ങൾ സൂക്ഷിച്ചു പോയാൽ മതി, നോക്കിയൊക്കെ പോകണം. പക്ഷെ ശക്തമായ കാറ്റടിക്കുന്നതിനാൽ ചിലപ്പോൾ നമുക്ക് ഈ മൃഗങ്ങളുടെ സാന്നിധ്യം പെട്ടെന്ന് അറിയാൻ പറ്റില്ല. ചൂരടിക്കുന്നുണ്ട്, പക്ഷെ പെട്ടെന്ന് സൈഡിനൊക്കെ വന്നാൽ അത് നോക്കുമ്പോൾ ഇത് കൂപ്പിലെ തടികളാണ്. ഈ തേക്കിൻ തടികൾ ലേലത്തിനായി വെട്ടി ഒതുക്കിയിരിക്കുന്നതാണ്. അവിടെ കുറച്ച് ചെറിയ ഏറുമാടങ്ങളൊക്കെ ഉണ്ട്. കാരണം ജോലിക്കാർക്ക് ഇടയ്ക്ക് വിശ്രമിക്കാനും ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലമാണ്. എങ്കിലും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ആ ഒരു സുഖം, വനത്തിന്റെ ഒരു കാഴ്ച. നമ്മൾ പറഞ്ഞ കത്തോലിക്ക പള്ളി ഇതാണ്. ആനകൾ ഇറങ്ങിപ്പോയിരിക്കുന്നു. ഇപ്പോൾ ഈ പള്ളിയിലൊന്നും ആരും ആരാധനയ്ക്കൊന്നും ഒന്നുമില്ല. ആൾക്കാരെല്ലാം ഒഴിഞ്ഞു പോയ സ്ഥലമാണ്. അപ്പോൾ ഇതാണ് പള്ളിയിലേക്ക് ഇറങ്ങിപ്പോകുന്ന വഴി. ഒരുപാട് നാളുകളായി, വർഷങ്ങളായിട്ട് അടച്ചിട്ടിരിക്കുന്ന പള്ളി. ആരാധനയൊന്നുമില്ല, കത്തോലിക്ക പള്ളിയാണ്. ഇപ്പോൾ മൃഗങ്ങളുടെ ഒക്കെ ആവാസ കേന്ദ്രമാണ്. എന്തായാലും ഒന്ന് ഷൂട്ട് ചെയ്തേക്കാം. ഒറ്റയ്ക്കേ ഉള്ളൂ. നിബിഡ വനത്തിൻ്റെ നടുക്ക് ഒരുപാട് ആൾക്കാർ താമസിച്ചിരുന്ന സ്ഥലം. പള്ളിയുമായി ബന്ധപ്പെട്ട ചില കെട്ടിടങ്ങളൊക്കെ ദൂരെ കാണാം. ഇതാണ് പള്ളി.
ഇതുപോലെ വനത്തിന്റെ നടക്ക് ആരുമില്ലാതെ ആരാധനയില്ലാതെ ഒരു പള്ളി പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ഓടൊക്കെ ഇളകിപ്പോയി കാണുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു എഫക്റ്റാണ്. കാരണം ഒറ്റയ്ക്ക് അവിടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഭീകരത തന്നെയാണ് കേട്ടോ. കാരണം ആനയൊക്കെ ഇറങ്ങിപ്പോകുന്ന വഴിയാണ്, എല്ലാ കാട്ടുപോത്തും ഒക്കെ ഉണ്ട് ആ ഭാഗത്തെല്ലാം. ഇതായാലും ആനകൾ എപ്പോഴും ഇറങ്ങിപ്പോകുന്ന വഴിയുണ്ട്, നിന്ന് ഷൂട്ട് ചെയ്ത് റിസ്ക് ഉണ്ട്. എങ്കിലും ഈ ബോർഡ് കണ്ടോ, കുറെ നാളായെങ്കിൽ ആ ബോർഡ് ഒരു കുഴപ്പമില്ലായിരിക്കും. ഈ ആനകളൊക്കെ ഈ മൃഗങ്ങൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. വനത്തിലെ ക്ഷേത്രമായാലും എന്തുമായാലും നമ്മൾ പോകുമ്പോഴെല്ലാം കണ്ടിട്ടുണ്ട്, ഒരു കാരണവശാലും ഒന്നും ചെയ്യില്ല, തൊട്ടിട്ട് പോലുമില്ല. ഇത് മൃഗങ്ങൾക്ക് വരെ അറിയാം ഇതിനെപ്പറ്റി. എന്തായാലും നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ നിന്ന് പെട്ടെന്ന് ഷൂട്ട് ചെയ്തിട്ട് മാറണം. അപ്പോൾ കാഴ്ചകൾ പിന്നാലെ വരുവാണ്. അപ്പോൾ ആനകൾ വന്യമൃഗങ്ങളൊക്കെ എപ്പോഴും പാസ് ചെയ്യുന്ന ഏരിയയിലാണ്. അപ്പോൾ തിരുവനന്തപുരം മേജർ അതിഭദ്രാസനത്തിൻ്റെ ഉള്ള നിത്യസഹായ മാതാ മലങ്കര സുറിയാനി കത്തോലിക്ക ദേവാലയം. അപ്പോൾ നിത്യസഹായ മാതാ മലങ്കര സുറിയാനി കത്തോലിക്ക ദേവാലയമാണ് തിരുവനന്തപുരം ഭദ്രാസനം. നമ്മുടെ കുളത്തൂപ്പുഴ കട്ടിളപ്പാറയിലെ വനത്തിനുള്ളിലെ ദേവാലയമാണ്. അപ്പോൾ ഇപ്പോൾ ആനയൊക്കെ കയറാൻ ഫെൻസിങ് ഇട്ടിരിക്കുന്നത്. ഇതിലേക്കൂടെ ആന പോകുന്ന വഴി ആനത്താരയാണ്. ഞാൻ വന്നപ്പോൾ ആനയൊക്കെ പിണ്ടമിട്ട് പോയിരിക്കുന്നത് ആന. ഏതായാലും ഉൾപ്രദേശത്തെ നമ്മുടെ കുളത്തൂപ്പുഴ തെമ്മല റോഡിൽ നിന്നും 6-7 കിലോമീറ്റർ സഞ്ചരിച്ച് വനത്തിനുള്ളിൽ വന്ന് നിങ്ങൾക്ക് കാഴ്ച കണ്ടിരിക്കാം. ആളുകളെല്ലാം ഒടിഞ്ഞു പോയ കോളനി പ്രദേശമാണ് കട്ടിളപ്പാറ. അപ്പോൾ ഒരുപാട് കെട്ടുകൾ കിടപ്പുണ്ട്, ഭയങ്കര കാറ്റ്, ഇവിടെ നിൽക്കാൻ പാടില്ല, നല്ല മഴച്ചാറ്റിലുണ്ട്. വന്യമൃഗങ്ങളുടെ സമയമാണ്. ആന ഇറങ്ങിപ്പോയിരിക്കുന്ന ആനത്താരയാണ്. അപ്പോൾ പിണ്ടമൊക്കെ ഇട്ടേക്കുന്ന പോയ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നിത്യസഹായ മാതാവിൻ്റെ ആ ധൈര്യത്തിൽ നമ്മൾ തിരിച്ചു പോകാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു കുരിശൊക്കെ വരച്ച് മാതാവിനെ നമ്മൾ കുരിശും വരച്ച് പോണ്. അടിപൊളി കാഴ്ചകളാണ്. പള്ളിയങ്കണത്തിൽ നിന്നും നമ്മൾ അടുത്ത സ്ഥലത്തേക്ക്, വനത്തിൻ്റെ വേറെ സ്ഥലത്തേക്ക് പോവുകയാണ്. ഒരുപാട് കെട്ടിടങ്ങൾ കിടപ്പുണ്ട് കേട്ടോ അവിടെ, പണ്ടത്തെ കെട്ടിടങ്ങളാണ്. അപ്പോൾ ആനയൊക്കെയാണ് ഇപ്പോൾ ഇതിൻ്റെ കൂടെ യാത്ര ചെയ്യുന്നത്. അപ്പോൾ പള്ളിയങ്കണവും പള്ളിയുമൊക്കെ കണ്ടല്ലോ, പള്ളിയൊക്കെ പൊളിഞ്ഞു പോയിട്ടോ. കാരണം ആരാധനയൊന്നും ഇല്ലാത്ത പള്ളിയാണ്. ഇനി ഒരുപാട് കാഴ്ചകളുണ്ട്. 4 കെട്ടിടങ്ങളും അച്ഛന്മാരൊക്കെ താമസിക്കുന്ന കെട്ടിടങ്ങളായിരുന്നു. ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു റിസ്ക്കാണ്. അപ്പോൾ പള്ളിയുടെ താഴെ ഒരു കെട്ടിടമൊക്കെ ഉണ്ട്, അതെല്ലാം പൊളിഞ്ഞു കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ കെട്ടിടത്തിനപ്പുറത്ത് വേറെ കെട്ടിടങ്ങളൊക്കെ കാണുന്നുണ്ട്. ഏതായാലും ധൃതിക്ക് ഷൂട്ട് ചെയ്തിട്ട് കയറിയിട്ടുണ്ട്. കാരണം നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അവിടെ നിന്ന് ഒരുപാട് സമയമെടുത്ത് നമുക്ക് ഷൂട്ടൊന്നും നടക്കില്ല. അത്യാവശ്യം വിഷ്വലുകൾ എടുക്കാം എന്ന് മാത്രം. അടിപൊളി കാലാവസ്ഥയാണ് കേട്ടോ. മരത്തിൻ്റെ ഇലകളുടെ മർമ്മരവും അതുപോലെ കിളികളുടെ കരച്ചിലും മറ്റുള്ള ഒരുപാട് കാഴ്ചകളുമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ പള്ളി കണ്ടില്ലേ, കുരങ്ങന്മാരൊക്കെ ചാടി വരുന്നുണ്ട്. അപ്പോൾ ആനയാണിപ്പോൾ ഇതിലേക്ക് ഇറങ്ങി പോകുന്നത്. ആനത്താരകളാണ്. ആനയുടെ പിണ്ടമൊക്കെ ഇട്ട് പോയേക്ക് നമുക്ക് കാണാം. ഇപ്പോൾ മഴക്കോളുണ്ട്. ഏതായാലും അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഭക്ഷണമൊക്കെ കഴിക്കാതെ, ഭക്ഷണമൊന്നും വാങ്ങാതെ വനത്തിലെത്തിയതാണ്. റിസ്ക് ഉണ്ട്, ഒരുപാട് താമസിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ മനോഹരമായ വനക്കാഴ്ചകളൊക്കെ നമ്മൾ തരുന്നുണ്ട്. റിസ്കി യാത്രകൾ, ഗ്രീൻ ഡിവിഷൻ ചാനലിൻ്റെ അടിപൊളി യാത്രകൾ. ഇപ്പോൾ ഫോറസ്റ്റ് വാച്ചറാട്ടോ, എൻ്റെ പേരെന്തുവാ? ഇവിടെ ആയിരുന്നു താമസം? ഈ കട്ടിളപ്പാറ കോളനിയിലാണ് താമസം അല്ലേ? എത്ര വീടുണ്ടായിരുന്നോ ഇവിടെ? 40 വീട്ടുകാരും പോയോ? അവരെന്താ പോകാത്തെ? അവർക്ക് പാക്കേജ് കുറവായുണ്ട്. 15 ലക്ഷം ഒരു കുടുംബത്തിന്. അതിന് ഒരു വീട്ടുകാർക്ക് 15 ലക്ഷം രൂപ വെച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. ആ, അതിപ്പോൾ ഈ പോയവർക്കൊക്കെ 15 ലക്ഷം കിട്ടിയാ? അണ്ണന് കിട്ടിയാ? ഓ അത് ശരി. അതുകൊണ്ട് എവിടെ വീട് മേടിച്ച്? എവിടാ അത്? ഓ, അതിന് ആ വീട് മസ്തൊക്കെ കിട്ടിയാ? പട്ടി അണ്ണന് കൂടെ വന്നെയാണോ? ഓ അത് ശരി. ഇതിനൊക്കെ ആളില്ലെങ്കിൽ എന്തുവാ കഴിക്കുന്നത്? ഫോറസ്റ്റ് റോട്ടേഴ്സേ ഉള്ളു. അല്ല ഇവിടെ ആന ഇതിലേക്ക് ഇറങ്ങി പോകുന്നല്ലേ? ആ, ഈ പള്ളി ഇപ്പൊ ആരാധനയില്ല, കത്തോലിക്ക പള്ളിയല്ലേ? ഈ ഏത് സമയത്തൊക്കെയാണ് ആന ഇറങ്ങുന്നത്? ഈ റോഡിൽ കാണും. ഉപദ്രവമൊന്നും ഇല്ലല്ലേ? ആ, ഇവനെ കണ്ടിട്ട് കുറുക്കൻ്റെ ലക്ഷണം ഉണ്ടല്ലേ? ലക്ഷണമൊക്കെ കടിച്ചാൽ കിടക്കുന്നേ കോട്ടേഴ്സിൽ നിന്നല്ലേ? ആ, ഓ അത് ശരി. അണ്ണൻ്റെ കൂടെ വന്നതാണോ? ഓ, അണ്ണൻ്റെ കൂടെ വന്നതല്ലേ? മണിക്ക് വരുമോ? ആ, എങ്ങനെ വരും? നടന്നു വരും. ചിലപ്പോൾ ഏതെങ്കിലും നടന്നു വരുന്ന കൂട്ടത്തിൽ വണ്ടി കിട്ടും. ആ, നടന്നു വരുമ്പോൾ ആനയൊക്കെ കാണാറുണ്ടോ? ഇല്ല, ചിലപ്പം കാണും. ആനയല്ല, വേറെ എന്തൊക്കെയുണ്ട്? കാട്ടുപോത്തുണ്ട്. ആ, പിന്നെ പുലിയുണ്ട്. പുലിയുണ്ടല്ലേ? പുലി കണ്ടിട്ടുണ്ടോ? പുലി അങ്ങനെ നടന്നു വരുമ്പോൾ കണ്ടിട്ടില്ല. രാത്രിയിലൊക്കെ ഈ വണ്ടിക്കകത്ത് വരുമ്പോഴേ പാസിങ് ഉണ്ടല്ലേ? ഓ ശരി. എപ്പോഴും ഇപ്പം ഈ ആളുകളൊക്കെ ഒഴിപ്പിച്ചുകൊണ്ട് മൃഗങ്ങൾ എപ്പോഴും ഇറങ്ങുന്ന സ്ഥലമാണ്. ഭയങ്കര കാറ്റാണ് കേട്ടോ. ശക്തമായ കാറ്റിലും മരങ്ങളൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്നത് കാണാം. അപ്പോൾ ഫോറസ്റ്റുകാരും KCBക്കാരും ഒക്കെ ചേർന്നാണ് വിട്ടത്. അപ്പോൾ നമ്മുടെ ബീറ്റ് ഓഫീസർ ഉണ്ട് അവിടെ. അപ്പോൾ റോബർട്ട് സാറുമായി നമ്മൾ നേരത്തെ പരിചയമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനോട് ചില കാര്യങ്ങളൊക്കെ നമ്മൾ കട്ടിളപ്പാറയെ പറ്റിയൊക്കെ ഒന്ന് ചോദിക്കുകയും ചെയ്യാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കട്ടിളപ്പാറ വനഭാഗങ്ങളിലാണ്. വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് കട്ടിളപ്പാറ. കട്ടിളപ്പാറ എന്ന് ഉദ്ദേശിക്കുമ്പോൾ എല്ലാവരും വന്ന് നോക്കുന്ന ഒരു
ആ ഒരു പാറയിൽ കട്ടള കൊത്തി വെച്ചിരിക്കുന്നത്, അത് മാത്രമാണ് കാണുന്നത്. പക്ഷേ കട്ടള കൊത്തിയതല്ല, അത് ഒരു മുനിയറ ഉണ്ടാക്കാൻ വേണ്ടി പ്രാചീന കാലത്ത് ജൈനൻ സന്യാസിമാർ ആ ഭാഗങ്ങളിൽ നിന്ന് കല്ലുകൾ കൊത്തി മാറ്റിയിട്ടുണ്ട്. ആ മുനിയറ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ കല്ലുകൾ കൊത്തി മാറ്റുന്നത്. പണ്ട് ഇവിടെ ജൈന ക്ഷേത്രങ്ങൾ, മുനിയറകളും ജൈന വിഹാര കേന്ദ്രങ്ങളും ഉണ്ടായിരുന്നു. അതിന് തെളിവാണ് ഈ കാണുന്ന കട്ടളപ്പാറ, നമ്മളിപ്പോൾ കണ്ട കട്ടളപ്പാറ. അതിലുപരി ഇത് പാണ്ഡ്യരാജാക്കന്മാരുമായിട്ട് വളരെയധികം ബന്ധമുള്ളൊരു റോഡിന്റെ സൈഡിലാണ്, അതായത് ചുരത്തിന്റെ സൈഡിലാണ് ഈ കട്ടളപ്പാറ സ്ഥിതി ചെയ്യുന്നത്. സുന്ദരപാണ്ഡ്യൻ എന്ന് പറയുന്ന രാജാവ് തമിഴ്നാട്ടിൽ നിന്നും കളക്കാട് മുണ്ടൻതറ വഴി നമ്മുടെ ആര്യങ്കാവിലും തെന്മല ഭാഗങ്ങളിൽ എത്തിച്ചേരുന്നതിന് ഒരു ചുരം നിർമ്മിച്ചിരുന്നു. ഇതിനെ ഷാണാർ പാസ് എന്നാണ് അറിയപ്പെടുന്നത്. അത്തരത്തിലൊരു ചുരത്തിനടുത്താണ് ഈ കട്ടളപ്പാറ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൊളത്തൂപ്പുഴ തെന്മല റോഡിൽ നിന്നും നെടുവണ്ണൂർ കടവിൽ നിന്നും 6-7 കിലോമീറ്റർ ഉള്ളിലേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ചയാണ്. ഇതാണ് കട്ടളപ്പാറയുടെ മലയോര മേഖല എന്ന് പറയുന്ന ആൾക്കാർ താമസിച്ചിരുന്ന സ്ഥലം. അതിന്റെ തൊട്ടപ്പുറത്ത് അങ്ങോട്ട് നേരെ പോകുമ്പോൾ കാണാം. അപ്പോൾ ആൾക്കാരെല്ലാം ഒഴിഞ്ഞു പോയി. 40ഓളം കുടുംബങ്ങൾ. എൻ്റെ കൂടെ വന്ന നെൽസൺ ചേട്ടന്റെ ബാറ്ററി ഒക്കെ ഓഫ് ആകുവാണ്. കാരണം ബെൻസിങ്ങിന് അത് കറണ്ട് അടിക്കും. എനിക്ക് മുകളിലോട്ട് കയറി പോകണം. നമ്മുടെ കട്ടളപ്പാറ കാണണ്ടേ. മുനിയറകൾ കൊത്തുവാനായി നമ്മുടെ കട്ടളപ്പാറ സെറ്റാക്കിയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെയാണ് ഫോറസ്റ്റ് ഓഫീസിന്റെ വണ്ടികളൊക്കെ പോകുന്നതാണ്. മേളിലാണ് ഫോറസ്റ്റ് ഓഫീസ്. അപ്പോൾ ഈ ബാറ്ററി ഓഫ് ആക്കിയെങ്കിൽ മാത്രമേ നമുക്ക് കയറാൻ പറ്റൂ, അല്ലെങ്കിൽ കറണ്ട് അടിക്കും. താഴെ കുരിശും കൊച്ചൊരു ശിവലിംഗം ഒക്കെ ഇരിപ്പുണ്ട്. ഏതായാലും ഇതാണ് നമ്മുടെ മുനിയറകൾ കൊത്തിയെടുക്കുവാനായിട്ട് അന്ന് ദ്രാവിഡ കാലഘട്ടത്തിൽ, ജൈന കാലഘട്ടത്തിലൊക്കെ ചെയ്തിരുന്നത്. പണി പൂർത്തിയാക്കായിരുന്ന സാധനമാണ്. കാരണം നമ്മൾ ഈ കോട്ടുക്കൽ ഗുഹാക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഇതുപോലെ കല്ല് അകത്തുനിന്ന് തുരന്ന് അതിന്റെ ഒരു രൂപമുണ്ട് കേട്ടോ. കോട്ടുക്കൽ ഗുഹാക്ഷേത്രത്തിന്റെ അതേ ഷേപ്പിലാണ് ഈ പാറ ഇരിക്കുന്നത്, ഒരു ആനയുടെ ചരിഞ്ഞു കിടക്കുന്ന രീതിയിൽ. അപ്പൊ അവിടെ ഒരു വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വരുന്ന വനത്തിൽ വരുന്ന അല്ലെങ്കിൽ കൂപ്പിൽ വരുന്ന ലോറികൾ, തഴിയേറ്റാൻ വരുന്ന ലോറികൾ, വനത്തിലേക്ക് പണിക്ക് വരുന്നവരൊക്കെയാണ് വിളക്ക് കത്തിക്കുകയൊക്കെ ചെയ്യുന്നത്. താഴെ ഒരു ശിവലിംഗം ഉണ്ട്, അവരൊക്കെയാണ് വിളക്ക് കത്തിക്കുന്നത്. ഇത് പകുതി പണി പൂർത്തിയാക്കിയതാണ്. മുനിയറകൾ പണിയാതെ പോയ സ്ഥലമാണ്. അപ്പോൾ ജൈന ബുദ്ധ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലമെന്നാണ് തന്നെ പറയുന്നത്. ഒരുപാട് ചരിത്രാതീതമായ സംഭവങ്ങളുള്ള കുളത്തൂപ്പുഴ വനത്തിൽ മുനിയറകളും അതുപോലെ ഗുഹകളും ഒക്കെ ഉണ്ട്. ആദിമ ഗോത്ര വർഗക്കാർ താമസിച്ചിരുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഫോറസ്റ്റുകാരുമായി ബന്ധപ്പെട്ട് അവരോടൊപ്പം പോയി ഒക്കെ ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. എന്തായാലും ഈ മുനിയറ നിങ്ങൾ വന്ന് കാണണം കേട്ടോ. മുനിയറ എന്ന് പറഞ്ഞാൽ മുനിയറയായിട്ടില്ല, അന്ന് ഒരു പണി തുടങ്ങിയിട്ട് നിർത്തിപ്പിച്ച് പോയായിരിക്കാം. കാരണം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉള്ള സ്ഥലമാണ്. ഇതൊരു നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ ഡാമിന്റെ പ്രദേശമാണ് കാണുന്നത്. ഡാമിന്റെ വെള്ളമൊക്കെ കാണാം. നമ്മളൊരു നല്ല ലൊക്കേഷനിലാണ് നിൽക്കുന്നത്. കാറ്റും മഞ്ഞും അതുപോലെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഈ പ്രദേശത്തിൻ്റെത്. വല്ലാത്തൊരു ആംബിയൻസ് ആണ് കേട്ടോ. എന്താണെന്ന് അറിയില്ല. നമുക്ക് തണുപ്പ് ഇങ്ങനെ അടിക്കുന്നു, ചൂളം കുത്തുന്ന കാറ്റ്, അതുപോലെ തന്നെ കുളിരി ഇങ്ങനെ വന്നു മൂടുന്നു, കാഴ്ചകള്, ആ കാറ്റിന്റെ ഒരു ഇമ്പം എന്തുകൊണ്ടും മനോഹരമാണ് കേട്ടോ കട്ടളപ്പാറ. നല്ല അടിപൊളി ഒരു സ്ഥലത്താണ് കട്ടളപ്പാറയിലെ നമ്മൾ ഈ കാണുന്ന. ഇതാണ് കട്ടളപ്പാറ എന്ന് പറയുന്നത്. ജൈന ബുദ്ധ മതങ്ങളുടെ സംഗമ സ്ഥലം എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ കട്ടളപ്പാറയിലെ യാത്രയിൽ നമ്മൾ കട്ടളപ്പാറയിൽ തന്നെ എത്തിയിരിക്കുകയാണ്. നമ്മളോടൊപ്പം നെൽസൺ എന്ന് പറയുന്ന വനത്തിലെ വാച്ചർ ചേട്ടൻ ഉണ്ടായിരുന്നു. പകുതി വഴിക്ക് വെച്ച് കണ്ട ചേട്ടനെ ഞാൻ പോയിക്കൊണ്ട് വന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും നമ്മുടെ ബീറ്റ് ഓഫീസ്, റോസ്മലയിലെ ബീറ്റ് ഓഫീസർ റോബർട്ട് സാറിനെ കണ്ട് അങ്ങനെ ഫോറസ്റ്റുകാരെയൊക്കെ കണ്ടിട്ട് വീണ്ടും കട്ടളപ്പാറയുടെ, നമ്മുടെ കട്ടളപ്പാറ ഇതാണ് കട്ടള പോലെ കുത്തിവെച്ചിരിക്കുന്നത്. കാരണം ജൈന ബുദ്ധമതങ്ങളുടെ അല്ലെങ്കിൽ ആര്യ ദ്രാവിഡ സംസ്കാരത്തിന്റെ പ്രതീകമായ വനത്തിലെ നൂറ്റാണ്ടുകൾക്കും പഴക്കമുള്ള കാഴ്ചയാണ് ഈ പാർക്ക്. നല്ല കാഴ്ചകൾ വനത്തിലെ നിങ്ങൾ ഒരുപാട് പേരൊന്നും കണ്ടിട്ടില്ലാത്ത മനോഹരമായ ദൃശ്യങ്ങൾ, അല്ലെങ്കിൽ പുരാതന സംസ്കാരങ്ങളുടെ അല്ലെങ്കിൽ ആദിമ വർഗ്ഗക്കാരുടെ അവരുടെയൊക്കെ കാഴ്ചകളുമായി ഗ്രീൻ ഡിവിഷൻ ചാനൽ മുന്നോട്ട് പോവുകയാണ്. നിങ്ങളൊപ്പം ഉണ്ടാകണം. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത കാഴ്ചകൾ ഇനിയുമുണ്ട്. നല്ല വന്യമായ വനമേഖലയിലാണ് നിൽക്കുന്നത്. കട്ടളപ്പാറ പോലെ തന്നെ ആദിമ വർഗ്ഗക്കാർ താമസിച്ചിരുന്ന ഒരുപാട് ഗുഹകളുമൊക്കെ തെന്മലയും കുളത്തൂപ്പുഴയും വനങ്ങളിലൊക്കെ ഉണ്ട്. ഉൾപ്രദേശങ്ങൾ ഇതുപോലെയുള്ള ചരിത്ര ശേഷിപ്പുകൾ ധാരാളമുണ്ട്. ഈ കാഴ്ചകളുടെ ദൃശ്യഭംഗി പരമാവധി പകർത്തി നിങ്ങൾക്ക് തരാനേ കഴിയും. പക്ഷെ നിങ്ങളൊക്കെ ഒന്ന് കാണണം കേട്ടോ. വലിയ റെസിസ്റ്റേഷൻ ഒന്നും ഇല്ലാത്ത മേഖലയാണ്. വരുന്നവർ ആരെങ്കിലും ഒക്കെ 3-4 പേരായിട്ട് വരുന്നത് കാറിൽ വരുന്നതായിരിക്കും ഏറ്റവും സേഫ് ആയിട്ട് വരാൻ പറ്റുന്നത്. ഇവിടെ കുരിശുമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, ഇവിടെ അടുത്ത് ഒരു വലിയ ഹൗസിംഗ് ഏരിയ ആയിരുന്നു. 40ഓളം കുടുംബങ്ങളെ മാറ്റിയ സ്ഥലമാണ് ഈ കാണുന്നത്. ഇവിടുത്തെ വനത്തിലെ ഗാർഡുകൾക്കും അല്ലെങ്കിൽ വനത്തിൽ ജോലിക്ക് വരുന്നവർക്കൊക്കെ ഉച്ചയ്ക്ക് വിശ്രമിക്കാനും ഫുഡ് കഴിക്കാനുള്ളൊരു ഇതാണ്. എന്തായാലും വളരെ താഴ്വാരമൊക്കെ കാണണം, മനോഹരമാണ്. ഇതേ ഈ മരത്തിൽ ഒരു ശിവലിംഗമുണ്ട്, മാലയൊക്കെ അയ്യപ്പന്മാർ പോയ മാലയൊക്കെ കൊണ്ട് തൂക്കിയിട്ടിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടും നമുക്ക് ഒരു വളരെ സുഖം തരുന്ന കാഴ്ച തന്നെയാണ് കട്ടളപ്പാറ. നിങ്ങളൊക്കെ വന്ന് കണ്ടാൽ നിങ്ങൾക്കും അത് മനസ്സിലാവും. ഇവിടെ വരുന്നതിനൊരു പ്രശ്നമില്ല, ഇവിടം വരെ വരാം. അപ്പോൾ അത് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കാറൊക്കെ ആണെങ്കിൽ വന്നിട്ട് നമ്മൾ അവിടെ പറഞ്ഞിട്ട് വാഹനത്തിന് നമ്പരൊക്കെ കൊടുത്തതിന് ശേഷമേ വരാൻ പറ്റൂ. സോളാർ വെച്ചിട്ടാണ് ഈ ഫെൻസിങ്ങിലൊക്കെ കറണ്ട് കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ കാഴ്ചകൾക്കൊരു പഞ്ഞവുമില്ലാത്ത സ്ഥലം. നമ്മുടെ കണ്ടില്ലേ മുനീറ കൊത്താൻ ഉപയോഗിച്ച കട്ടിളപ്പാറ, അതാണ് കട്ടിളപ്പാറ എന്ന പേര് വന്നത്. അപ്പോൾ നമ്മൾ ഗ്രീൻ ഡിവിഷൻ യാത്രകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഓരോ യാത്രയിലും നമ്മൾ ഓരോ ആൾക്കാരെ പരിചയപ്പെടും കേട്ടോ. ഇത് നെൽസൺ ചേട്ടനാണ്, കൊളത്തൂപ്പുഴ സ്വദേശിയാണ്, കട്ടളപ്പാറയിലാണ് വർക്ക് ചെയ്യുന്നത്, വാച്ചറാണ്, വനം വാച്ചർ. നല്ല കാറ്റാണ് കേട്ടോ. ചേട്ടനെ ഞാൻ വഴി വെച്ച് കണ്ടതാണ്. ഒറ്റയ്ക്ക് ഞാനിങ്ങനെ ആനയുണ്ടോ എന്ന് പറഞ്ഞു വന്നപ്പോൾ ചേട്ടനെ കണ്ടതാണ്. നെൽസൺ ചേട്ടൻ ഈ സ്ഥലത്ത് വീണ്ടും തിരിച്ചെന്നെ കൊണ്ടുവന്ന് ഒന്നും കൂടെ തിരിച്ച് കൊണ്ടുവന്നാണ് കാണിച്ചത്. അപ്പോൾ ബീറ്റ് ഓഫീസർ റോബർട്ട് സാറിനെ കണ്ട് അവർ മരങ്ങളൊക്കെ കുറച്ചുകൊണ്ടിരിക്കും. ഭീകരമായ കാറ്റ്. ഇത്രയും കാറ്റ് എപ്പോഴും കാണും? ഇന്നേ ഉള്ളൂ. ഈ മഴയുടെ ഇതുകൊണ്ടല്ലേ? അപ്പോൾ മഴയുടെ ഇതുകൊണ്ടാണ്. ഈ നെൽസൺ ചേട്ടനൊക്കെ ഇത്രയും ദൂരം 6 കിലോമീറ്ററൊക്കെ വനത്തിൽ കൂടി നടന്നാണ് കട്ടൽപ്പാറ എന്ന് നടന്ന് അവിടെ റോഡിലെത്തുന്നത്. അപ്പോൾ നമ്മളൊക്കെ ആദ്യം വരുന്നതുകൊണ്ട് ചില ആൾക്കാർക്ക് പ്രശ്നമുണ്ട്. എനിക്ക് പ്രശ്നമില്ല. ഞാനിങ്ങനെ വരുന്നതുകൊണ്ട് ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഓടിച്ച് വരുമ്പോൾ ചേട്ടനെ കാണുന്നതൊക്കെ. നമുക്ക് ഇനിയും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കൂടെ ചേട്ടനെ കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ യാത്രകൾ അവസാനിക്കുന്നില്ല, യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അടുത്ത സ്ഥലത്തേക്ക് പോകാം. കാനന യാത്രകളൊന്നും അവസാനിക്കുന്നില്ല. അടിപൊളി കാഴ്ചകളാണ്. ഒരു ദിവസം മഴയൊക്കെ ആയിരുന്നെങ്കിലും നമ്മൾ ഇങ്ങനെ എങ്ങും ഇറങ്ങാതിരുന്നെങ്കിലും ഇന്നും മഴയും ചാറ്റലും കാറ്റും ഒക്കെ ഉണ്ട്. നല്ലൊരു സ്ഥലത്തേക്കാണ്. കൊല്ലം എന്ന് പറയുന്നത് ഒരുപാട് കാണാൻ ഒരുപാട് ഏരിയ ഉള്ള സ്ഥലമാണ്. കൊല്ലത്തിന്റെ വനം, തെന്മലയും അച്ചൻകോവിലും ആര്യങ്കാവും ശങ്കുലിയും ചെന്തുരുണിയും കൊളത്തൂപ്പുഴയും ഒക്കെ മനോഹരമായ കാഴ്ചകൾ ഒരുക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് കട്ടളപ്പാറ എന്നുള്ള അടിപൊളി ദൃശ്യങ്ങളാണ് തരുന്നത്. നിങ്ങൾ പലരും കണ്ടിട്ടില്ലാത്ത മുനീറകളൊക്കെ ഉള്ള സ്ഥലമാണ്. അതൊക്കെ നമുക്ക് പിന്നീട് കാണാം. എന്തായാലും കട്ടളപ്പാറയിൽ ആദിമവർഗക്കാർ കൊത്തിവെച്ചിരിക്കുന്ന കട്ടിള പോലെയുള്ള ഒരു കാഴ്ച വലിയൊരു പാറയിലാണ്. അതുകൊണ്ടാണ് ഇവിടെ കട്ടിളപ്പാറ എന്നറിയപ്പെടുന്നത്. അത് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിക്കുവാനുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ ചരിത്ര വിദ്യാർത്ഥികൾക്കൊക്കെ പഠിക്കുവാനുള്ള ഒരു സ്ഥലം തന്നെ കട്ടിളപ്പാറ. നമുക്ക് ഇനിയും നല്ല കാഴ്ചകളുണ്ട്. അടിപൊളി കാറ്റാണ് കേട്ടോ, ഭീകരമായ കാറ്റാണ്. മഴയ്ക്ക് ശേഷമുള്ള കാറ്റും കോട മഞ്ഞിങ്ങനെ പറന്നു വരുന്നേ കാണാം. ഈർപ്പമുള്ള ഒരു അന്തരീക്ഷമാണ്, അതും നല്ലതാണ്. മൃഗങ്ങൾക്ക് എപ്പോഴും ഇറങ്ങി സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ്. ആളുകളെയൊക്കെ ഒഴിപ്പിച്ച ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഒരുപാട് ആൾക്കാർ താമസമുണ്ടായിരുന്നു. ഒഴിഞ്ഞ പള്ളിയൊക്കെ നമ്മൾ കണ്ട്. അപ്പോൾ ഓക്കെ, നമ്മൾ ഇനിയും സൂപ്പർ ഡ്യൂപ്പർ. അപ്പോൾ ഇനിയും നല്ല അടിപൊളി കാഴ്ചകളുമായി ഗ്രീൻ ഡിവിഷൻ ചാനൽ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തും. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഒക്കെ വാച്ച് ഇറ്റ് ഗ്രീൻ ഡിവിഷൻ ചാനൽ.